ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതും കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആക്കാൻ വേണ്ടി ഞാനൊരു 5 ബ്രെഡ് എടുത്ത് ചൂടാക്കി പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ടതിന് ശേഷം ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ ചിക്കൻ എടുത്തത് ചിക്കൻ ഉപ്പും കുരുമുളകും വേവിച്ചിട്ട് എടുത്തതാണ്. എന്നിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ചിക്കൻ. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചതാണ്. അപ്പോൾ അതിനൊക്കെ ഉപ്പ് നോക്കിയിട്ട് ഇവിടെ അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അധികം ഉപ്പാവാൻ പാടില്ല. ഇപ്പോൾ അതൊന്ന് അടച്ച് വേവിച്ചപ്പോൾ നന്നായി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലവണ്ണം ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതൊരു 1 മിനിറ്റോളം അടച്ച് വെക്കുമ്പോഴത്തേക്കിന് നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലവണ്ണം ഉള്ളിയൊക്കെ നല്ലവണ്ണം വെന്ത് ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നത്. വേറെ മസാലപ്പൊടികളും മുളക് പൊടിയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാനൊരു 12 കട്ട്ലറ്റിൻ്റെ അളവിനാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാം കുറച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതി. നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വലിയ പണികളൊന്നും ഇല്ലല്ലോ. നമുക്ക് നല്ലൊരു കട്ട്ലറ്റൊക്കെ വീട്ടിൽ നിന്ന് തിന്നാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഇപ്പം ഞാനിതാ നമ്മുടെ ചിക്കൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ചിക്കനാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ അടച്ചു വെച്ചു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്തത് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഞാനിവിടെ വീഡിയോയിലും വിട്ടുപോയി. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനത് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കാം. ഞാനിവിടെ നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കുന്നത്. ഇപ്പോൾ ഒരു 12 കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയിൽ കുറച്ച് ഉപ്പ് ഇത് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റായി മുട്ട മിക്സിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ 12 കട്ട്ലറ്റും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കട്ട്ലറ്റിന് ഒരു കോട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതിന് കുറച്ച് മൈദയും കുറച്ച് ഉപ്പും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. നല്ലൊരു വെള്ളം പോലെയുള്ള മിക്സ് തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അത് നമ്മൾ മുട്ട മിക്സ് പോലെ തന്നെ. അത് നമുക്ക് നേരത്തെ മുട്ട മിക്സിൽ കോട്ട് ചെയ്ത് വെച്ച കട്ട്ലറ്റുകളെല്ലാം തന്നെ ഒന്നുകൂടി ഈ മൈദ മിക്സിൽ മുട്ടി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം അങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ നല്ലോണം എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ്. ഇപ്പം എൻ്റെ കട്ട്ലറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 എണ്ണം മാത്രമേ ഇപ്പോൾ പൊരിക്കുന്നുള്ളൂ. ബാക്കിയെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 കോട്ടിങ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.